90കളുടെ തുടക്കത്തിലാണ് സംഗീതാസ്വാദകരുടെ ഉള്ളിൽ ചിന്ന ചിന്ന ആശകൾക്ക് അയാൾ തുടക്കമിട്ടത്. അല്ലാരഖ റഹ്മാൻ എന്ന AR റഹ്മാൻ. യോധയിലെ പാട്ടുകൾ തരംഗമായതോടെ ആ മാസ് കമ്പോസറിന്റെ ഉദയമായിരുന്നു. പക്ഷേ റഹ്മാൻ സംഗീതം അതിനും വർഷങ്ങൾക്ക് മുന്നേ പിറന്നിരുന്നു. റിഥം ബോർഡിന്റെ താളത്തിനൊപ്പമാണ് ദിലീപ് എന്ന റഹ്മാൻ വളർന്നത്. കുട്ടിക്കാലം അത്രയും കുഞ്ഞു ദിലീപിന് അത്ര സുഖകരമായിരുന്നില്ല. അച്ഛൻ RK ശേഖറിന്റെ പാട്ടുകളായിരുന്നു അന്ന് റഹ്മാന് കൂട്ടായിരുന്നത്. 9ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട ദിലീപിന്റെ ജീവിതത്തിന്റെ താളം നഷ്ടപ്പെടാൻ തുടങ്ങി. ജീവിതം ഒരു ട്രാക്കിലെത്തിക്കാൻ അവന് അച്ഛന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കേണ്ടി വന്നു. കീബോർഡ് വായിക്കാൻ ചെറിയ ചെറിയ സ്റ്റുഡിയോകൾ തോറും കയറി ഇറങ്ങി. അങ്ങനെ സ്കൂളിലെത്താൻ അവൻ വൈകി. ക്ലാസുകൾ മുടങ്ങി. പരീക്ഷകളിൽ തോൽക്കാൻ തുടങ്ങി. പക്ഷേ ജീവിത പരീക്ഷണങ്ങളിൽ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. ജീവിത വിജയത്തിനായി മുഴുവൻ സമയവും സംഗീതത്തിൽ അർപ്പിച്ചു. അപ്പോഴും പരീക്ഷണങ്ങൾക്ക് അറുതി വന്നില്ല. പല നെഗറ്റീവ് ചിന്തകളും സഹോദരിയുടെ രോഗാവസ്ഥയും ഒക്കെ ദിലീപിനെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചിരുന്നു. അങ്ങനെയാണ് ദിലീപ് കുമാർ സൂഫി ദർഗയിലെത്തി AR റഹ്മാനായി മാറിയത്. പിന്നെ സിനിമാ പ്രവേശം. 1992 സംഗീത് ശിവന്റെ യോധയ്ക്കായാണ് സംഗീതമൊരുക്കിയതെങ്കിലും ആദ്യം റിലീസായത് മണിരത്നത്തിന്റെ റോജയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഇന്ത്യൻ യുവതിയുടെ പ്രണയ നിമിഷങ്ങളിലൊക്കെയും ഇരട്ടി മധുരവുമായി റഹ്മാന്റെ മാന്ത്രിക സംഗീതം ചേർന്നൊഴുകി. റോജ വലിയ തോതിലുള്ള ഒരു ശബ്ദ സാങ്കേതിക വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചു. കമേഴ്ഷ്യൽ സിനിമാ സംഗീതം ഈ പുതിയ രീതികളെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്തു. അക്കാലത്ത് പാട്ടിൽ ടെക്നോളജിയുടെ സാധ്യതകൾ ഏറെ ഉപയോഗിച്ചതും റഹ്മാനായിരുന്നു. അപ്പോഴൊക്കെയും കേൾവിക്കാർക്ക് നവ്യാനുഭവം അയാൾ നൽകി. തലമുറ മാറ്റത്തിനനുസരിച്ചാണ് റഹ്മാൻ സംഗീതത്തിന്റെ ഒഴുക്ക്. തന്റെ കരിയറിലെ ആദ്യ പതിറ്റാണ്ടിൽ മെലഡികളിലാണ് അയാൾ വിസ്മയം തീർത്തത്. പിന്നീടുള്ള 10 വർഷങ്ങളിൽ പരീക്ഷണ സംഗീതം. അവിടെ അയാൾ നേടിയത് ഓസ്കർ പോലെയുള്ള സ്വപ്ന സാഫല്യം. 2012 മുതൽ ഇങ്ങോട്ട് പിന്നെയും ആ ഭാവതാളലയങ്ങൾ മാറി പ്രയാണം തുടരുന്നു, പൂർണ്ണതയിലേക്കെന്ന പോലെ. പാട്ടിനിടയിൽ റഹ്മാൻ ബ്രില്യൻസ് ആണ് കേൾവിക്കാർക്ക് അയാളെ പ്രിയപ്പെട്ടതാക്കുന്നത്. പല ചിത്രങ്ങളിൽ നമ്മളത് കണ്ടതാണ്. 2 പാട്ടുകളുടെ ഈണങ്ങൾ പോലും അനായാസമായാണ് അയാൾ താതാത്മ്യപ്പെടുത്തുന്നത്. ലോക സംഗീത പ്രേമികളുടെ ഹൃദയമിടിപ്പ് കൂട്ടിയത് വെറുമൊരു കീബോർഡ് വെച്ചാണ്. ബോംബെയിലും കാതലിലും മെലഡിയും ഫാസ്റ്റ് നമ്പറും ഒരേ സമയം ഒരുക്കി തമിഴ് സിനിമാ പ്രേമികളുടെ ഇസൈപ്പുയലായി. വന്ദേ മാതരവും ജനഗണമനയും ഒക്കെ പാടിയയാൾ ഇന്ത്യക്കാരുടെ രോമാഞ്ചമായി. മറ്റാർക്കും പാടാൻ പ്രയാസമുള്ളവ അയാൾ തന്നെ സിനിമയിലെ പാട്ടുകളിൽ നമ്മൾ കണ്ടത്. 2008 സ്ലംഡോഗ് മില്യനെയറിലൂടെ രാജ്യാന്തര സംഗീത ലോകത്തിനും റഹ്മാൻ സംഗീതം പ്രിയപ്പെട്ടതായി. ഗോൾഡൻ ഗ്ലോബ്, ഓസ്കർ, ഗ്രാമി പുരസ്കാര ദർബിയിൽ റഹ്മാൻ രാജ്യത്തെ എത്തിച്ചു. ഓസ്കറിന് മുൻപും പിൻപും തന്റെ പ്രായത്തിൽ മാത്രമാണ് വ്യത്യാസമെന്നാണ് AR റഹ്മാൻ പറയുന്നത്. 2022 മലയാളത്തിലേക്ക് തിരിച്ചുവരവും നടത്തിയിരുന്നു റഹ്മാൻ. അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും മലയും കുഞ്ഞും സംഗീതാസ്വാദകർ ഏറ്റെടുത്തിരുന്നു. ഇനി വരാൻ പോകുന്ന ബ്ലെസ്സിയുടെ ആടുജീവിതത്തിലും പ്രതീക്ഷകൾ ഏറെയാണ്. യേശുയുടെ മൊസാട്ട് ശാന്തനാണെങ്കിലും പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാറുണ്ട്. മകൾ പർദ്ദ ധരിച്ചതിനെ വിമർശിച്ചവരോട് അതവളുടെ വ്യക്തി സ്വാതന്ത്ര്യമെന്ന് മുഖത്തടിച്ചു പറഞ്ഞയാൾ. ഹിന്ദി ഭാഷ എല്ലാ സംസ്ഥാനങ്ങളും സംസാരിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തോട് ഴ എന്ന തമിഴ് അക്ഷരമുയർത്തിയ തമിഴ് ദേവതയുടെ ചിത്രം പോസ്റ്റ് ചെയ്തത് അയാളുടെ പ്രതിഷേധങ്ങളുടെ, അയാളുടെ രാഷ്ട്രീയത്തിന്റെ വ്യക്തതയായിരുന്നു. 90കളുടെ ആദ്യ പകുതിയിൽ കാലിടറാതെ ഓടിത്തുടങ്ങിയ തലമുറയുടെ ഓർമ്മകളുടെ സൗണ്ട്സ്കേപ്പ് ഡിസൈൻ ചെയ്തതിൽ പ്രധാനി AR റഹ്മാനാണ്. ലോക സംഗീതത്തിന്റെ നെറുകയിലേക്ക് റഹ്മാൻ സംഗീതം ശാന്തമായി അനുസ്യൂതം ഒഴുകുകയാണ്, ഒരു സൂഫി സംഗീതം പോലെ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.